തൊടുപുഴ നഗരസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്ന മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ച് ചെയർമാൻ സ്ഥാനത്ത് സനീഷ് ജോർജ് തുടരുന്ന സാഹചര്യത്തിലാണ് റോയ് കെ പൗലോസിന്റെ ചോദ്യം. ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈക്കൂലിക്കേസിൽ ആരോപണ വിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള CPIMന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത്. സമരം മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന CPIM ജില്ലാ സെക്രട്ടറിയുടെയും 13 ഇടത് കൗൺസിലർമാരുടെയും 2 ഏരിയ കമ്മിറ്റികളുടെയും അഭിപ്രായത്തെ ധിക്കരിച്ച് തൽസ്ഥാനത്ത് തുടരുന്ന സനീഷ് ജോർജിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ റോയ് കെ പൗലോസ്, കൈക്കൂലിക്കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കുവാൻ CPM മുന്നിട്ടിറങ്ങിയാൽ UDFന്റെ കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. പാർട്ടി ലീഡർഷിപ്പ് അറിയാതെ, പാർട്ടി തീരുമാനിക്കാതെ, പാർട്ടിക്ക് നേട്ടമില്ലാതെ ഒരാളെ കൊണ്ട് ഇവിടെ എഴുതി നടത്താൻ അവർ സമ്മതിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അഴിമതി പാർട്ടി അറിഞ്ഞു അഴിമതി നടത്തുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി നൽകുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാർട്ടി അറിഞ്ഞ്, പാർട്ടി നേതൃത്വം അറിഞ്ഞ് നടത്തുന്ന എല്ലാവിധ അഴിമതികളും, എല്ലാവിധ കൊള്ളരുതായ്മകളും ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും നടത്തുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പാർട്ടിയാണ് CPM. ആ പാർട്ടി അറിയാതെ തൊടുപുഴയില് ഒരു മുനിസിപ്പൽ ചെയർമാൻ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി, ഇതൊരു ചെറിയ കേസാണ്, ഞാൻ അറിഞ്ഞെടുത്തോളം ചെറിയ കേസാണ്. ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നവകേരള സദസ്സ് നടന്നപ്പോ ആ നാടകം നടത്താനും ആ ജനദ്രോഹ നടപടികൾ നടത്താനും എല്ലാം വേണ്ടി നാട് നീളെ ആളുകളെ ദ്രോഹിച്ചു പണം പിരിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഇവരെ എന്നാണ് മനസ്സിലാക്കുന്നത്. ദ്രോഹിച്ചു പണം പിരിച്ചിട്ടുണ്ട്. അതിന് മുനിസിപ്പൽ ചെയർമാനെയൊക്കെ നല്ല ഭംഗിയായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഓരോരുത്തർ പറയുന്നത്. പണം കൊടുത്ത ആളുകൾക്ക് ഇപ്പൊ പറഞ്ഞു തുടങ്ങി, എന്നെ പീഡിപ്പിച്ച് ഇത്ര ലക്ഷം വാങ്ങിച്ചു, ഞങ്ങൾ കൊടുക്കാൻ ചിലപ്പോൾ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ മുനിസിപ്പൽ ചെയർമാനെ കൊണ്ട് വിളിപ്പിച്ച് പീഡിപ്പിച്ചു. അങ്ങനെ പാർട്ടി നേതാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളിലും ചെയർമാന്റെയും ഇടത് നേതാക്കളുടെയും മനസ്സറിവോടുകൂടിയുള്ള വീതം വയ്പുകളാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നടന്നുകൊണ്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് പിടിയിലായ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ നാളിതുവരെ സംരക്ഷിക്കുകയും മുനിസിപ്പൽ ചെയർമാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ അതിന് തടസ്സം നിൽക്കാതെ സർക്കാർ വക്കീൽ മൗനം പാലിച്ചതെന്നും റോയ് കെ പൗലോസ് ആരോപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് KPCC അംഗം നിഷ സോമൻ, തോമസ് മാത്യു കക്കുഴി, NI ബെന്നി, TJ പീറ്റർ, ചാർലി ആന്റണി, ജോൺ നെടിയപാല, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് കോക്കാട്ട്, K ദീപക് അടക്കമുള്ളവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി, വിദേശ പഠനം എന്നിവയാണോ? എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക്. IELTS, OET, ജർമ്മൻ, CBT എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.